എൻ്റെ പേര് രാജു. ഞാൻ കോട്ടയം താഴ്ത്തങ്ങാടി എന്നുള്ളതാണ്. ഹൈസ്കൂള് കോട്ടയം NSS ഹൈസ്കൂളിലും പ്രീ ഡിഗ്രി കോട്ടയം ബെസേലിയസിലും ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ടെക്നിക്കൽ ട്രേഡ് പഠിച്ചിട്ട് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. 1984 ഫെബ്രുവരി 15 വന്നതാണ്. അത് കഴിഞ്ഞ് പല ജോലികളും ചെയ്തു. 91 ഓഗസ്റ്റിൽ MTAയുടെ ഒരു പാർട്ടായ ന്യൂയോർക്ക് സിറ്റി ട്രാൻസിറ്റിൽ ഇലക്ട്രിക്കൽ പവറിൽ ജോലിക്ക് കയറി. അവിടുന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് അഥവാ MS2 ആയിട്ട് റിട്ടയർ ചെയ്തു 34 കൊല്ലത്തിന് ശേഷം. ഇപ്പോൾ സ്വസ്ഥം ഗൃഹസ്ഥം. ഇടയ്ക്ക് കുറെ നാള് സൈഡ് ജോബായിട്ട് റിയൽ എസ്റ്റേറ്റും മോർഗേജും ഒക്കെ ചെയ്തിരുന്നു. വീട് ഇവിടെ ഫ്ലിപ്പിംഗ് എന്ന് പറയും, പഴയ വീടുകൾ മേടിച്ച് റിപ്പയർ ചെയ്ത് വിൽക്കുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഒരു പരിപാടിയും ഇല്ല. സ്വസ്ഥമായിട്ടിരിക്കുന്നു. പിന്നെ സമയം കിട്ടുമ്പോൾ ട്രാവൽ ചെയ്യുക. 35 കൺട്രികളിൽ പോയി. പിന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പോയി. ബാക്കി സ്റ്റേറ്റുകളിലും രാജ്യങ്ങളിലും ഒക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. അതാണ് ഞാൻ. സാറ് നാട്ടിലെ ജനിച്ച സ്ഥലവും അവിടുത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാലേ പറഞ്ഞാലേ. ഞാൻ ബസ്തി UPയിലാണ്. ബസ്തി എന്ന ടൗണിൽ UPയിലാണ് ജനിച്ചത്. പക്ഷെ 2 വയസ്സുള്ളപ്പം താഴ്ത്തങ്ങാടിയിലേക്ക് വന്നു. അവിടെ അമ്മ വീട്ടിലാണ് വളർന്നത്. അമ്മ വീട്ടുപേര് പറഞ്ഞാൽ മേക്കാട്ട് പുന്നത്ര എന്നാണ് വീട്ടുപേര്. അവര് ഓർത്തഡോക്സ് കുടുംബമാണ്. അതെവിടെ സ്ഥലം? താഴ്ത്തങ്ങാടി. ഓ ശരി. താഴ്ത്തങ്ങാടിയിൽ 3-4 മേക്കാട്ട് പുന്നത്ര വീടുകളുണ്ട്. ഞങ്ങള് മേക്കാട്ട് പുന്നത്ര. ഓ ശരി. എന്തുകൊണ്ടെന്നാൽ പുന്നത്രയെന്ന് മാറി വന്നത് മേക്കാട്ട് എന്ന സ്ഥലം മേടിച്ച് അവിടെ വളർന്നപ്പോഴത്തേക്കിന് ഒരു മേക്കാട്ട് പുന്നത്രയായി. ഓക്കെ. സാർ ബസ്തി ജനിച്ചു പറഞ്ഞു. ഈ ബസ്തി ഡിസ്ട്രിക്ട് അല്ലേ അതോ? ബസ്തി ഒരു വില്ലേജ് ആണ്. അത് ഉത്തർപ്രദേശിലെ ഒരു വില്ലേജ് ആയിരുന്നു, ഗോരഖ്പൂറിനടുത്ത്. ലക്നൌവിനപ്പുറമാണ്. അവിടെ എങ്ങനെ എത്തിപ്പെട്ടത് സാറ്? അവിടെ അല്ല, എന്റെ പേരൻസ് അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഏത് സെക്ടറിൽ? എങ്ങനെ? ഹെൽത്ത് കെയർ ഇതിനകത്തായിരുന്നു. അവരവിടെ ജോലിയായിരുന്നു ആ കാലത്ത്. അതായത് 1900 അത് ഒരു 50-ലൊക്കെ. അവിടുന്ന് സാറ് പ്രൈമറി വിദ്യാഭ്യാസം ഒക്കെ കോട്ടയത്ത് വേളൂർ സെയിന്റ് ജോൺസ് UP സ്കൂൾ, അത് ഇല്ലിക്കലൊരു സ്കൂളാണ്. വേളൂർ. അത് ന്യൂസ് പ്രിന്റ് ഫാക്ടറി അതല്ല, അത് വെള്ളൂര്. ഇത് വേളൂർ, കോട്ടയം. വേളൂർ കൃഷ്ണൻകുട്ടി. ആ സ്ഥലത്തിന്റെ കുറച്ചുകൂടെ പടിഞ്ഞാട്ട് മാറി കോട്ടയം ജില്ലയിലെ തന്നെ പഴയ ടൗൺഷിപ്പിനകത്ത്. ഇപ്പോഴത്തെ ടൗൺഷിപ്പ് എക്സ്പാൻഡ് ചെയ്തു. പക്ഷെ അതിനു മുമ്പുള്ള ടൗൺഷിപ്പിലെ വെസ്റ്റേൺ സൈഡില് ഉള്ള ഒരു 7th ഗ്രേഡ് വരെയുള്ള ഒരു സ്കൂളാണ്, UP സ്കൂളാണ് സെയിന്റ് ജോൺസ് UP സ്കൂള്. അത് ഇല്ലിക്ക പാലത്തിനടുത്താണ്. കുമരകത്തിന് പോകുന്ന റൂട്ടാണ്. അവിടെ കൊണ്ടാണ് കോട്ടയം നഗരസഭ തീരുന്നത്. ഇപ്പോൾ UP സ്കൂളിന് അടുത്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്മയുടെ ഒരു സ്കൂൾ കോളേജ് കൂടി ഉണ്ട്. ഓ ശരി. അവിടുന്ന് പിന്നെ സാറ് ഹൈസ്കൂള് NSSലും കോട്ടയത്ത്. അതെവിടെയായിരുന്നു NSS ഹൈസ്കൂള്? NSS ഹൈസ്കൂൾ ടെക്നിക്കലി കാരപ്പുഴ എന്നാ പറയുന്നത്. പക്ഷെ അത് ആക്ച്വലി അമ്പലത്തിന്റെ പുറകില് കോട്ടയത്തെ സർവീസ് മിനി സപ്ലൈസ് അതിന്റെ അടുത്ത്, അതായത് പഴയ NCCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെയും രാമവർമ്മ യൂണിയൻ ക്ലബിന്റെ അടുത്തായിട്ടാണ് ഇത്. അത് കാരാപ്പുഴ എന്ന് പറയുന്നത് ടെക്നിക്കലി കുറച്ചുകൂടെ തെറ്റാണ്. പക്ഷെ അത് തിരുനക്കര എന്ന് പറയുന്നത് അമ്പലത്തിന്റെ അടുത്താണ്. RSSന്റെ കാര്യാലയമൊക്കെ അവിടെ ഉണ്ടല്ലേ? അവിടെ എനിക്ക് അറിയത്തില്ല RSSന്റെ കാര്യം. പക്ഷെ NCCയുടെ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. പിന്നെ രാമവർമ്മ യൂണിയൻ ക്ലബും ഉണ്ടായിരുന്നു. അത് ആരുടെ തീരമാ അല്ലേ? അല്ല, ഈ ഹൈസ്കൂൾ ഇരിക്കുന്ന ഒരു കുന്നിന്റെ മുകളിലാണ്. ഇത്തിരി കൂടെ മുന്നോട്ട് പോയാൽ തിരുനക്കര അമ്പലം. ശരി. അന്നത്തെ പഠിപ്പിച്ച സാർമാരെ വല്ല ഓർമ്മയുണ്ടോ? ശ്രീധരൻ നായർ എന്ന ആളായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. പിന്നെ ഒരു നമ്പൂതിരി സാർ ഉണ്ടായിരുന്നു.
പിന്നെ എനിക്കൊരു പയ്യപ്പാടി എന്നുള്ള ഒരു പിഷാരടി സാറുണ്ട്. എനിക്ക് പുള്ളിയെ വളരെ ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ പുള്ളി ഈ ശ്ലോകങ്ങളൊക്കെ പഠിപ്പിക്കും. ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ കുറെ പേരൊക്കെ ഓർമ്മിക്കാൻ പറ്റുന്നുള്ളൂ. അന്നത്തെ എന്തെങ്കിലും ശ്ലോകം സാറിന് എന്തെങ്കിലും ഇപ്പൊ ഓർമ്മയില്ല. ഇല്ല. അത് കഴിഞ്ഞിട്ട് സാറ് പാടി ആരെങ്കിലും കേട്ടാൽ ചിലപ്പോ കൂടെ പാടാൻ പറ്റും. പക്ഷെ കളിയാക്കാറുണ്ടായിരുന്നു ചില ഇതിനൊക്കെ പറ്റി. അത് ഈ അലങ്കാരം അപ്പൊ ഞങ്ങൾ കളിയാക്കാൻ അതിയാനല്ലോ ഇരിയാനെന്ന് വലിയപ്പൻ ആശങ്ക മകൻ ഉൾപ്രേക്ഷ എന്ന്. അതെ അതെ, അത് വ്യാകരണമാണ് ശരിക്കും. അത് അന്ന് പിഷാട്ടി സാറ് പഠിപ്പിക്കുമ്പോ പുള്ളി ഒരു 4 പേര് അന്നച്ച് അതിന്റെ മേളിൽ കുത്തും കുരുപ്പും ഒക്കെ ഇട്ട് വെച്ച് അലങ്കാരം ഇത് കണ്ടുപിടിക്കാൻ പറയും. ശരി, ഞങ്ങളുടെ ഒരു ഹോംവർക്ക്. പ്രത്യേക പദ്യമൊക്കെ എഴുതുന്നവർക്ക് ആ വൃത്തം ശരിയാകണമല്ലോ. അത് പുള്ളി ഒരെണ്ണം അറിയാവുന്നത് തരും. പക്ഷെ നമ്മളത് കണ്ടുപിടിക്കുമെന്ന് അറിയണം. അതാണ് പുള്ളി ഈ പിഷാടി സാർ ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നത്. പുള്ളി പയ്യപ്പാടി എന്നുള്ളതാണ്. അന്ന് കൂടെ പഠിച്ച പിള്ളേരൊക്കെ തെറ്റൊക്കെ ആയെന്ന് ഓർമ്മയുണ്ടോ എല്ലാവരും? ഞാൻ പലരും ഒരാളെ വെച്ച് ബാക്കി എല്ലാവരെയും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. ഒരാളുടെ പേര് എന്റെ ഒരു ഫേവറേറ്റുകാരെല്ലാം ഓർമ്മയിൽ വരുന്നേ. അയാളുടെ പേര് ഗോവിന്ദരാജൻ എന്നാണ്. അങ്ങേരെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരു അച്ഛന്റെ മകളെ പറ്റാൻ തോന്നുന്നു. പുള്ളി ഈ പിന്നെ കോട്ടയം അമ്പലത്തിന്റെ തെക്കേ നടയിൽ അവർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ബിസിനസ് ഒക്കെ ആയിരുന്നു. ഗോവിന്ദരാജന്റെ ഫാമിലിക്ക്. അല്ലെ, ഗോവിന്ദരാജൻ ഉണ്ടായിരുന്നു. അവനെ അവിടെ വെച്ച് ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വർഷം 40 കഴിഞ്ഞു. 42 കഴിഞ്ഞു. അപ്പൊ അവരൊന്നും ഞാൻ പോകുമ്പോ ഇങ്ങനെ നോക്കും അവിടെ ഇവിടെയൊക്കെ പോയി ഇവരെങ്ങാനൊക്കെ കൊണ്ടുവന്നു കൂട്ടുകാരുണ്ടോന്ന്. സാർ അവസാനം നാട്ടിൽ പോയത്? ഞാൻ ഈ മാർച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയിട്ട് ഈ മാർച്ചിലാണ് തിരിച്ചു. 4 മാസം ഉണ്ടായിരുന്നു. 6 മാസത്തിന് മേളിലുണ്ടായിരുന്നു. ശരി. പ്രത്യേകിച്ച് നിക്കാൻ കാരണം എനിക്ക് നമ്മുടെ ആധാർ എടുക്കണമായിരുന്നു. ആധാർ എടുക്കണമെങ്കിൽ 6 മാസം നിൽക്കണമെന്നാണ്. OCക്കാരാണെങ്കിൽ 6 മാസം അവിടെ നിൽക്കണം. കണ്ടിന്യൂസ് അല്ല, ഒരു കലണ്ടർ ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി അവിടെ പോയിരുന്ന. എന്നിട്ട് സാറ് ഹൈസ്കൂളിൽ കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോയി? ടെക്നിക്കൽ ട്രേഡ് സ്കൂളിൽ പോയി. ITIയിലോ? ഒരെണ്ണം പഴയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തൊട്ടടുത്തല്ല എന്നാൽ അടുത്തുള്ളൊരു സാറിന്റെ സ്കൂളായിരുന്നു. അത് പഴയ ബസ് സ്റ്റാൻഡിന്റെ വെളിയിലിറങ്ങി പോകുന്ന ഇതിന് ഓപ്പോസിറ്റ് ഒരു 2 നില കെട്ടിടത്തിലായിരുന്നു. പിന്നെ അവർക്ക് വേറൊരു ക്ലാസ് റൂം റെന്റൽ ഉണ്ടായിരുന്നു ബോട്ടിയുടെ അവിടെ. അവിടെയായിരുന്നു വേറെ കുറെ ക്ലാസ്സുകൾ. ഞാൻ അവിടെയായിരുന്നു ഇലക്ട്രീഷ്യൻ പഠിപ്പിച്ചത്. പിന്നെ ലീജോയ് ITC ഉണ്ടായിരുന്നു നാഗമ്പുറത്ത്. പിന്നെ എയർ കണ്ടീഷനും പഠിപ്പിക്കും. നാട്ടകത്ത് ഒരു 9 ഒരു അത് അല്ലേ. പക്ഷെ K9 ഉണ്ടായിരുന്നു. അത് കോട്ടയത്ത് ചാലൂന്നല് അത് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിപ്പിക്കുന്ന ഒരു പാരലൽ കോളേജായിരുന്നു. ട്യൂഷൻ സെന്റർ കൂടിയായിരുന്നു. അപ്പൊ ITIയിൽ 2 വർഷം ഇലക്ട്രീഷ്യൻ കോഴ്സ് പാസ്സായി. അല്ല, 1 വർഷം അവിടെ സർട്ടിഫിക്കറ്റ് ക്ലാസ്. അത് 1 വർഷം എയർ കണ്ടീഷനും പഠിച്ചു. ഫാദർ പറഞ്ഞു ടെക്നിക്കൽ ട്രേഡ് ആണ് അമേരിക്കയിൽ ജോലി കിട്ടാൻ. അമേരിക്കയിൽ പേരൻസ് ഇവിടെ വന്നു കഴിഞ്ഞു ഓൾറെഡി. അവരെങ്ങനെ വന്നേ? അവര് വന്നത് എന്റെ അറിവനുസരിച്ചാണ്. എന്റെ ഫാദർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല. ഞാൻ അറിഞ്ഞത് കൊറിയൻ വാറിനോ വിയറ്റ്നാം വാറിനോ ശേഷം അമേരിക്കയിൽ വൂണ്ടഡ് ആയിട്ട് വന്ന സോൾജേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സിനെ നഴ്സിനെ അമേരിക്ക ഗവൺമെന്റിന് വേണമായിരുന്നു. അപ്പോൾ അമേരിക്കൻ എംബസിയിൽ നിന്ന് ആൾക്കാർ വന്ന് എന്റെ മദർ, എന്റെ സ്റ്റെപ്പ് മദറാണ്. എന്റെ മദർ മരിച്ചു പോയായിരുന്നു കുറച്ചു നാൾ. അതിന് ഞാൻ ഒരു 3 വയസ്സുള്ളപ്പോ. അങ്ങനെയാണ് ഞാൻ ഇല്ലിക്കൽ വളരുന്നത്. അപ്പോൾ എന്റെ സ്റ്റെപ്പ് മദർ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വന്ന് അവര് നോട്ടീസ് ഇട്ടു. ഈ അമേരിക്കക്ക് പോകാൻ താല്പര്യമുള്ളവർ, ഹെൽത്ത് കെയറിലുള്ളവര്, ഈ നഴ്സും ഡോക്ടറും ഈ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുക. എന്റെ സ്റ്റെപ്പ് മദർ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞ് ഞാൻ പോവാ, നീയും കൂടെ വാന്ന് പറഞ്ഞ്. അല്ല, അന്ന് ഡൽഹി വന്നു. ഞാൻ വന്നില്ല. അപ്പോൾ
അവര് ഇന്റർവ്യൂവിന് ചെന്നു, അവരെ വിസ കൊടുത്തു. അവരിവിടെ 70s വന്നു. എവിടെ കൊണ്ടുവന്നു അവരെ ന്യൂയോർക്കില്. ഓക്കെ, 70s. അതിനുശേഷം എന്റെ സിസ്റ്റർ വന്നു, ബ്രദർ വന്നു, ഞാൻ വന്നു. ഞങ്ങൾ 3 പേരും ഇങ്ങ് വന്നു. ഓക്കെ. അപ്പൊ ഈ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ ഇതിലുള്ളതായോണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഡോക്യുമെന്റ് എന്തെങ്കിലും ഇല്ല, മദറിന്റെ മരിച്ചുപോയ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ. പിന്നെ ഫാദർ വന്നു. ഓക്കെ. ഫാദർ വന്നിട്ട് ഫാദറിനാണ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നത്. സ്റ്റെപ്പ് മദറിന് പറ്റത്തില്ല. ബയോളജിക്കൽ ഫാദർ ആയതുകൊണ്ട് ഫാദർ സ്പോൺസർ ചെയ്തു. സ്പോൺസർ ചെയ്തിട്ട് ക്രമം അനുസരിച്ച് അവര് വിസയ്ക്ക്. സാർ മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു ഇതിൽ? ഒരു മോനെ ഉള്ളായിരുന്നോ? ഇല്ല, 3 പേരും ഉണ്ട്. 3 പേരും ആദ്യത്തെ നമ്മള് ഈ പറഞ്ഞ മലയാളം മലയാളത്തിൽ പറഞ്ഞ ആദ്യത്തെ കേട്ടില്ല. അത് മൂത്തവരായിരുന്നു അതോ യങ്ങേഴ്സ്? ഇല്ല, ഒരാള് താഴെ ഒരാൾ മേലോ. അതായത് പെങ്ങളാണ് എന്റെ സീനിയർ, എന്റെ ജൂനിയർ ആണ് എന്റെ ബ്രദറാണ്. റൈറ്റ്. അപ്പൊ ഏത് വയസ്സിലാ സാറ് അമേരിക്ക വരുന്നത്? ഞാൻ വരുന്നത് 24 ഇയർ ആകുമ്പോൾ ആയില്ല, 23 കൂട്ടിക്കോ. വയസ്സ് ഏജ് 24. ഇയർ പറയുന്നത് 84. റൈറ്റ്. അപ്പം ഇയർ വന്ന് 1984 സാർ വരുന്നു. അപ്പോഴത്തേന് ITD ഓരോ വർഷത്തെ കോഴ്സ് ഇലക്ട്രീഷ്യനും എല്ലാം കഴിഞ്ഞിട്ടാ വരുന്നത്. അത് കഴിഞ്ഞ് നാട്ടിൽ എന്തെങ്കിലും ചെയ്തോ സാറില്ല? ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. തെക്കോട്ടും വടക്കോട്ടും കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഒരു MLA ആയിട്ടിരുന്നു. സാറിന് അങ്ങനെ വലിയ ബോധറേഷൻ ഒന്നുമില്ല, കാരണം പേരൻസ് ഇവിടെ ആണല്ലോ. അത് തന്നെയല്ല, എന്റെ അമ്മാച്ചൻ പോലീസിലായിരുന്നു, അമ്മയുടെ ആങ്ങള. പുള്ളി പിന്നെ ക്രൈം ബ്രാഞ്ചിലായിരുന്നു. കോട്ടയത്തെ SP മൈക്കിൾ സാറിന്റെ ഓഫീസിലായിരുന്നു ജോലി ചെയ്തത്. അപ്പം വലിയ ശല്യമൊന്നുമില്ല. റൈറ്റ്. അപ്പൊ ആ അമ്മ സാറിന്റെ അമ്മാച്ചൻ പോലീസിന്റെ പേരെങ്ങനെയായിരുന്നു? നൈനാൻ എന്ന് പറയും. നൈനാൻ. ഓക്കെ. ഓക്കെ. മരിച്ചുപോയി. പുള്ളി മരിച്ചുപോയി. ഓക്കെ. അദ്ദേഹം ഈ കേസുകളൊക്കെ വന്ന് പറയുമോ വീട്ടിൽ? ഇല്ല, ഒന്നും പറയത്തില്ല. ഒരു സാധനം പറയത്തില്ല. ഈ അഭയ കേസൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നാണ്. അറിയാതെ ഒരു ദിവസം വായിന്ന് വന്നപ്പോ ചോദിച്ചു, ഇതൊക്കെ നീ അറിയേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു. ഞാൻ സ്ഥിരം പത്രത്തിൽ വരുന്ന ആണല്ലോ. ജനിച്ചു വളർന്ന് താമസിക്കുന്നല്ല അങ്ങരുടെ അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ നീ അറിയേണ്ട കാര്യമല്ല. കാരണം മൈക്കിൾ സാറും അവസാനമൊക്കെ എത്തിത്ര മരിച്ചു പോകായിരുന്നല്ലോ. മൈക്കിൾ പുള്ളി CPCID-ക്കകത്തായിരുന്നു. അതായത് ചിലപ്പോ ഷൂസ് കാണും പോലീസിന്റെ, ഇല്ലെങ്കിൽ ഒരു പ്ലെയിൻ ക്ലോത്ത് ആണ്. നമ്മളെ പുള്ളിയുടെ ടൈറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്, CPCID. അതായത് ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ന്യൂസ് പിടിക്കാൻ പറ്റും. അവിടെ ഞങ്ങളുടെ അവിടെ തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഈ ലോക്കലിലെ ന്യൂസ് കൊടുക്കുന്നവർ. ഈ സാറ് ചെറുപ്പത്തിൽ ഈ 24 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ച് കോട്ടയത്ത് ജീവിച്ച്, കോട്ടയത്ത് എന്തുവാ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നും പറഞ്ഞാല്? കോഫി ഹൗസിൽ പോകുന്നതാണോ, തിയേറ്ററിൽ? എനിക്ക് ഏറ്റവും തിയേറ്ററൊക്കെ വിട്ടുകളാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ വള്ളംകളിയാ. നമ്മുടെ താഴത്തങ്ങാടി വള്ളംകളി. അത് വർഷത്തിൽ ഒന്നേ ഉള്ളൂ. ക്ലബ് ഉണ്ട് അല്ലേ? നിങ്ങൾ പരിശീലനം ഉണ്ട്? ഞങ്ങള് പരിശീലനം, ഞങ്ങളൊക്കെ പിന്നെ ചെറുവള്ളവും ചുണ്ടൻവള്ളവും ഒക്കെ റണ്ട് എടുക്കും ആ സമയത്തേക്ക്. എന്നിട്ട് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യും. അതല്ല കമ്പീറ്റ് ചെയ്യാനുണ്ട്. എറണാകുളം ആലപ്പുഴയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല. കോട്ടയത്തും കുമരകത്തും ഒക്കെ ചിലപ്പോ മാക്സിമം, അതും വലിയ താരങ്ങൾ ആരും വരുന്നില്ലെങ്കിൽ. മനസ്സിലായി. അതായിരുന്നു ഏറ്റവും ഹരം അല്ലേ? അത് രസമാണ്. നീന്തലറിയാം. പച്ചച്ചുണ്ടൻ, സെന്റ് ജോർജ് ചുണ്ടൻ, പുളിങ്കുന്ന്, ഇല്ല അതൊക്കെ ചമ്പക്കുളം, അതിന്റെയല്ല, അതൊക്കെ വലിയ 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 ടീമിന്റെ ഇത്. ഞങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത വള്ളങ്ങളായ, അതായത് പ്രായമായ പശുക്കളോ അല്ലെങ്കിൽ ആനയൊക്കെ പറഞ്ഞ പോലെ സെന്റ് ജോർജ്, പുളിങ്കുന്ന്, പാർത്ഥസാരഥി, പച്ച, അങ്ങനെ ഉള്ള ചുണ്ടൻവള്ളങ്ങളാണ്. അവരെല്ലാം മത്സരത്തിന് അല്ല, അവരെയൊക്കെയാണ് ഞങ്ങൾ റെന്റിന് കിട്ടുന്നത്. ഈ വർഷം സെന്റ് ജോർജ് കിട്ടിയ ചിലപ്പോ അടുത്തയാണ് അവിടെ ചിലപ്പോ അവര് പറയും വേറെ ആരും കൊണ്ടുപോയി അപ്പുറത്തെ കര ചെന്ന് ചോദിച്ചാൽ പച്ച കിട്ടും, അല്ലെങ്കിൽ പുളിങ്കുന്ന് കിട്ടും, അല്ലെങ്കിൽ പാർത്ഥസാരഥി കിട്ടും എന്ന് പറയും. തന്നെയല്ല, ഇതിന്റെയൊക്കെ പുതിയ വേർഷൻ വള്ളങ്ങള് അവര് കടക്കാര്
ആ കരക്കാര് വേറെ ചുണ്ടൻ വള്ളങ്ങൾ പുതിയ പേരിൽ ഇറക്കാനും തുടങ്ങി. മനസ്സിലായി. വാശിയായി, മത്സരത്തിന് പൈസയായി. അതെ അല്ലേ, ഞങ്ങള് എല്ലാവരും കൂടെ പിരിക്കും നാട്ടിൽ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇത്തിരി കൂടെ പ്രായമുള്ളവര് വേറെ തരം വള്ളങ്ങൾ, അതായത് വെപ്പ് വള്ളം, ബി ഗ്രേഡ് ഇരുട്ടൂത്തി, അങ്ങനെയുള്ള വള്ളങ്ങളൊക്കെ. ഫിലോമിനായ കല്ലുപ്പറമ്പൻ നമ്പർ 2 അല്ല, അതിന്റെ താഴത്തെ വേറെണ്ണമുണ്ട്. പിന്നെ ഡായി വലുതാ, അതിന്റെ ചെറുതൊരെണ്ണമുണ്ട്. ഡായി മിന്നൽത്തുങ്കൊക്കെ വലിയ വള്ളങ്ങൾ ഇരുട്ടൂത്തിയില്, അതിന്റെയൊക്കെ ജൂനിയർ ഉണ്ട്. പിന്നെ ഹനുമാന്, കൊച്ചയ്യപ്പന്, അങ്ങനെ കുറെ വള്ളങ്ങളുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാർ തുഴയുന്നത്. അത് ഓരോ ഗ്രൂപ്പ് ഏരിയയ്ക്കും അവർക്ക് വള്ളം എടുക്കും. മനസ്സിലായി. 6 മാസം പോകും. ഒരു 3 മാസം കൂട്ടി. 3 മാസം. ഇന്നത്തെ പോലെ CPL ഒന്നും ഇല്ല. ഞങ്ങളുടെ അവിടെ പ്രധാനമായിട്ട് നെഹ്റു ട്രോഫിയാണ് കുമരംകരകത്ത് വള്ളം എടുക്കുന്നത്. പിന്നെ തിരുവാർപ്പുകാര് കൂടുതലും ഇരുട്ടൂത്തി വള്ളങ്ങളായിരിക്കും, അല്ലെങ്കിൽ വെപ്പ് ഗ്രേഡ് വള്ളങ്ങളായിരിക്കും. അവിടെ കുറച്ചുകൂടെ ആ കരക്കാർക്ക് ഇതുള്ള കാരണം അതായിരിക്കും. അതിനിടയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ അതൊക്കെ അവരുടെ ആ വെപ്പ് A ഗ്രേഡിൽ തൊഴിച്ചിലുകാരല്ലാത്തവര്, തൊഴാൻ ആഗ്രഹമുള്ളവരൊക്കെ എടുത്തായി പോയി ഈ B ഗ്രേഡ് വള്ളങ്ങളും C ഗ്രേഡ് വള്ളങ്ങളും എടുക്കുന്നത്. ചുരുക്കം പറഞ്ഞ ആറ്റിൽ എപ്പോഴും ഇത് തന്നെയാണ്. രസമായിരുന്നു. പിന്നെ കോട്ടയത്തുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് കോട്ടയത്തെ അനുപമ തിയേറ്റർ നിലവിൽ വരുന്നത്. എനിക്ക് ഒരു ഹിന്ദി പടമായിരുന്നു, അത് ഏതാണെന്ന് ഓർക്കുന്നില്ല, അവിടെ ആദ്യമേ വരുന്നത്. അതിനുശേഷം വരുന്നത് കൊട്ടാരം വിൽക്കാനുണ്ടെന്നുള്ള മലയാളം പടമാണ്. അതായത് ആദ്യത്തെ മലയാളം പടം അവിടെ ഓടുന്നത് കൊട്ടാരം വിൽക്കാനുണ്ട്, പ്രേം നസീറിന്റെ അടൂർബാസിയുടെ. അത് 7 വർഷമായിരിക്കും, 76, 78, 76 അടുത്ത 75 76 കണ്ട. ഞാൻ എക്സാക്ട് സമയം ഒന്നും ഓർമ്മ. അത് കഴിഞ്ഞാ പിന്നെ അഭിലാഷ് വരുന്നു. അഭിലാഷും ആനന്ദ് പണ്ടേ ഉണ്ടായിരുന്നു. ആനന്ദിൽ അന്ന് എയർ കണ്ടീഷണർ ആയിരുന്നു, എയർ കൂളായിരുന്നു. അത് കോൾഡ് വാട്ടർ ടവറിനകത്ത് പോയിട്ട് കോയിലിനകത്തോട് താഴെ വരുമ്പോ അതെല്ലാം ഫാൻ അടിക്കും. വാട്ടർ കൂളറിന്റെ സിസ്റ്റം അത് തന്നെ. നമ്മുടെ നോർത്ത് ഇന്ത്യ വാട്ടർ കൂളർ ഉണ്ട്. അത് തന്നെ പരിപാടി. അത് ബ്ലൂ സ്റ്റാറിന്റെ എഞ്ചിനായിരുന്നു. ശരി. ഞാൻ അവിടെ കുറെ അപ്രന്റീസ് ആയിട്ട് ശരി. അവരുടെ വർക്ക്ഷോപ്പിന്റെ അഭിലാഷിന്റെ മെഷീൻ റൂമില്, മെക്കാനിക്കൽ റൂമില്. ശരി. അഭിലാഷിന്റെയും ആനന്ദിന്റെയും. അതിന്റെ ഓണർ ആരാന്ന് സാറിന് അറിയാവോ? ഇല്ല, എന്റെ അമ്മാച്ചൻ പറയില്ല, അമ്മയുടെ ആങ്ങള പോലീസുണ്ട്, പുള്ളിക്ക് അവിടെ ആരുമായിട്ടോ കണക്ഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് അപ്പൊ റെക്കമെൻഡ് ചെയ്താണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അൺപെയ്ഡ് ആണ്. കൂടെ ഉള്ളവരാരാ? തമിഴന്മാരായിരുന്നു അതോ? അല്ല, ജോയി എന്ന് പറഞ്ഞ ഒരാൾ ഈരൽക്കടവിലുള്ള ആളാണ് മെയിൻ ACO ലൈസൻസ് ഓപ്പറേറ്റർ. അത് പറഞ്ഞു തരും എന്നൊക്കെ ചെയ്യണമെന്ന്. പിന്നെ ഇത് തന്നെ റിപ്പീറ്റേഷനാ, പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, അവിടെ ഇരിക്കണം. അതെ, ഷോ തുടങ്ങുന്നതിന് 1/2 മണിക്കൂർ മുമ്പാണോ ഇത് ഓൺ ചെയ്യുന്നത്? 1/2 മണിക്കൂറാവും. പിന്നെ അതിനകത്ത് യൂഡിക്കോളം എന്ന് പറയും, ശവത്തെ പോലത്തെ ഒരു സാധനം, അത് വെള്ളത്തിൽ ഒഴിച്ച് സ്പ്രേ അടിച്ചില്ല, വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതിന്റെ ഒരു ഫിൽറ്റർ ഉണ്ട്, ചകിരിമത്ത പോലത്തെ ഒരു സാധനം, അതിന്റെ കുറച്ചുകൂടെ അകലമുണ്ട്. അപ്പൊ അതിനകത്തൊരു എയർ ഫ്ലോ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അത് വെള്ളത്തിൽ 1-2 പ്രാവശ്യം മുക്കി ഫിൽറ്ററിന്റെ എയർ കണ്ടീഷന്റെ വെന്റലില് ഇൻടേക്ക് തന്നെ വെച്ചേക്കും. അപ്പൊ അതിനകത്തൊരു എയർ വന്നു വെച്ചാണ് തിയേറ്ററിനകത്തോട്ട് പോകുന്നത്. അത് വലിയൊരു സംഭവമായിരുന്നു അല്ലേ? അത് നല്ല ആ തിയേറ്റർ തുറന്ന മാറ്റിനിക്ക് അങ്ങോട്ട് കയറുമ്പോ കല്യാണപ്പന്തൽ കയറുന്ന പോലെ അല്ലേ? കല്യാണപ്പന്തൽ പോലും ഒന്നുമില്ല, പ്രത്യേക ഒരു സ്മെൽ. അത് തന്നെ പടം കാണാൻ ഇൻസ്പയർ ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഒരു ദിവസം സാർ എന്തുവായിരുന്നു ഈ ചെയ്ത്? ഇലക്ട്രീഷ്യന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ജിമ്മിൽ പോകുമായിരുന്നു. ജിമ്മ് കോട്ടയത്ത് നാമ്പടല്ല, ചാലുകുന്നേല് താഴെ അവിടെയല്ല, ഇപ്പുറത്തെ സൈഡിൽ അമ്പലത്തിന്റെയും ചാലുകുന്നിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു. അവിടെ ഒരു ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ നമ്മുടെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ
മരിച്ചുപോയ പക്കാട്ടിലെ അവരുടെ പെങ്ങളെയാണ് പുള്ളി കഴിക്കുന്നത്. ജോണി ജോസഫ് എന്നാ പറ്റോ, പുള്ളി മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു ഞങ്ങള്. മിസ്റ്റർ ഇന്ത്യ. ആ പുള്ളിയുടെ ജിമ്മിലായിരുന്നു, നിറയെ ആളായിരുന്നു. ഇപ്പൊ അവിടെ രാവിലെ പോകും, ഒരു 6-6:30 ആവും. അത് രാവിലെ പോകുന്നത് PTS ബസ്സിലാണ്. ബൈജു എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. ആ ഫാമിലി അല്ല, അവരുടെ ആയിരുന്നു ആ ബസ്. അവനായിരുന്നു എന്റെ പാർട്ട്ണർ. എന്തിന്റെ? ഈ ജിമ്മിലെ ജിമ്മിൽ പാർട്ട്ണർ വേണം. നമ്മള് ബെഞ്ച് പ്രസ് ചെയ്യുവോ അങ്ങനെയുള്ള ഹെവി എക്യുപ്മെന്റ് ഒക്കെ വർക്കറൊന്നും ഇല്ല അവിടെ ബെഞ്ചൊക്കെ കിടന്നുകൊണ്ടുള്ളതുകൊണ്ട്. പിന്നെ ഇംഗ്ലണ്ട് ബെഞ്ച് 45 ഡിഗ്രി ആംഗിൾ മുന്നോട്ട് മേലോട്ട്, അതിലൊക്കെ ലാസ്റ്റ് ഒക്കെ 2-3 സെറ്റ് ഒരാൾ സഹായത്തിന് വേണം. അപ്പൊ എനിക്ക് അസൈൻമെന്റ് അനുസരിച്ച് കിട്ടിയതനുസരിച്ച് പാർട്ട്ണറെ കിട്ടി ബൈജു. അത് PTS ബസിന്റെ, അവർക്കിപ്പോ 4-5 ബസ്സുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ എന്തോ അസുഖം പോയെന്നാണ് എന്റെ കൂട്ടുകാർ പറഞ്ഞത്. ഞാൻ പലപ്പോഴും അന്വേഷിച്ചായിരുന്നു. 6 pack ആയിരുന്നു അന്നേരം, കുഴപ്പമില്ലായിരുന്നു. പിന്നെ കോളേജിൽ ബെസലിസിൽ ഫുട്ബോൾ ടീമിൽ കളിച്ചിട്ടുണ്ട്. ബെസലിസിൽ ഏത് വർഷമായിരുന്നു? 76-78. ഓക്കെ. ഈ ഒരു ജോൺ സാർ, ഈ ജോൺ മാത്യു പ്രിൻസിപ്പൽ ആയിരുന്നു, സാറിനെ അറിയാമോ? ശരിക്കും പേരൊന്നും അത് നിൽക്കുന്നില്ല. അത് ഇംഗ്ലീഷ്. പിന്നെ ഒരു ഈ ജോൺ മാത്യു എനിക്ക് ഒരു കുഴപ്പമില്ല അറിയാന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ബയോളജിയുടെ സുവോളജിയുടെ ഇത്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണോ ഇലക്ട്രീഷ്യന് പോയത്? അതെ. ഡിഗ്രി കഴിഞ്ഞിട്ടാ? അതെ. 76 78 ഇല്ല, 78 പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് 79 ITI പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു വർഷം എന്ന് പറഞ്ഞാൽ തീർന്നില്ല. ITI ഓൾറെഡി തുടങ്ങി കഴിഞ്ഞാൽ. പിന്നെ എനിക്കൊരു സബ്ജക്ട് എഴുതിയെടുക്കണം. പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ആയിരുന്നോ? അല്ല, ഫിസിക്സ്. ഓക്കെ. കാരണം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആണല്ലോ. അപ്പൊ അത് മൊത്തം 3 വീണ്ടും എഴുതണം. മനസ്സിലായി. അത് ഗ്രൂപ്പ് എഴുതണം. അത് ഞാൻ ട്യൂഷൻ പഠിച്ചത് കിങ്സ് കോളേജിലാണ്. കിങ്സ് കോളേജ് എന്ന് പറഞ്ഞാൽ ദീപികയുടെ പുറകെ കൂടെ താഴോട്ട് ഇറങ്ങുന്ന വഴി. അതായത് ഇപ്പൊ അവിടെ മംഗളോ ദീപികയല്ലേ, മോഡേണോ ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ, അതിന്റെ സൈഡിൽ കൂടെ താഴോട്ടൊരു വഴിയുണ്ട്. ആ വഴി വാഴമഠത്തിൽ പ്രിന്റേഴ്സിന്റെ അവിടെ വരെ ചെല്ലുന്നതിന് മുമ്പാണ് അവിടെ ഒരു കിങ്സ് കോളേജ് ഒരു വീടായിരുന്നു. കുറെ റൂമുകളുള്ള ഒരു വീടാ, വലിയ വഴി. അവിടെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ഈ തോറ്റൂർ എന്നെ പോലെയുള്ളവരുണ്ടായിരുന്നു. പിന്നെ ട്യൂഷൻകാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ബസേലിയാസില് ഉള്ള ഒരു അനുഭവം തന്നെ അന്ന് ടീമിലുണ്ടായിരുന്നു. ഏതിന്റെ ഓട്ടത്തിലും ചാടത്തിലൊക്കെ ഉണ്ടായിരുന്നു? ഓട്ടത്തിലും ചാടത്തിലൊന്നും ഇല്ല. പക്ഷെ അന്നത്തെ ഫുട്ബോൾ കോച്ച് മസിൽ വീർപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അതിനാ ഫുട്ബോളിന് സ്റ്റാമിന വേണ്ടിയേ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ റൊണാൾഡോയെ പോലെ അല്ല, സ്റ്റൈലിൽ വേണം ഓടാനൊക്കെ. അല്ലാതെ 6 pack അല്ല. 6 pack 12 21 ബൈസെപ്സും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നോക്കുമ്പോ പയർ പോലെ നിൽക്കണം. ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഓ ശരി. അന്ന് ആ കാലത്തൊക്കെ നമ്മുടെ മമ്മ ഫുട്ബോൾ കളിയൊക്കെ സ്റ്റേഡിയത്തിൽ. എന്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പ്രധാന ഇത് ഒന്ന് ചാക്ലോസ് ട്രോഫി തൃശ്ശൂര്, പിന്നെ നാഗജി ട്രോഫി, ഫുട്ബോൾ അത് നാഗജി കോഴിക്കോടായിരുന്നു. പിന്നെ സന്തോഷ് ട്രോഫി ഉണ്ട്. പിന്നെ പോലീസിന്റെയും സ്റ്റേറ്റ് ബാങ്കിന്റെയൊക്കെ അല്ല, ടീമുകളാ. ഇത് മത്സര ട്രോഫി പറയുന്ന പോലെ മോഹൻ ബഗാനൊക്കെ വരുന്ന കളികള് അത് നെഹ്റു ട്രോഫിക്കാ. അതുപോലെ അത് നെഹ്റു ട്രോഫി വള്ളംകളി എന്നൊക്കെ പറയുന്ന പോലെ നാഗജി ഉണ്ട്, ചാക്ലാസ് ഉണ്ട്. അതിനും വരും വാസ്കോയും വാസ്കോ ഗോവ, ഡെംബോ ഗോവ, DCM. പിന്നെ പഞ്ചാബിൽ നിന്ന് പഞ്ചാബ് പോലീസാണോ? അല്ല, മഫ്തുലാൽ വരുമായിരുന്നു. മഫ്തുലാൽ ഉണ്ടായിരുന്നു. പിന്നെ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ, മുഹമ്മദ്, പിന്നെ MEG ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, AIC ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബക്കനീർ എന്ന് പറഞ്ഞൊരു അത് ആർമി. അത് 3 ആർമി കോറായിരിക്കും, മിലിറ്ററി ഇല്ല, അത് പ്രൈവറ്റ് ക്ലബ്ബാ. മുഹമ്മദ് ഈസ്റ്റ് ബംഗാൾ. ആർമിയുടെ AIC, MEG
RAC ബക്കനീറ അങ്ങനെ 3 എണ്ണം. അതെ അതെ. പിന്നെ കൽക്കട്ടയിൽ നിന്ന് 3 എണ്ണം. ബോംബെ ഒന്നും ഇല്ലായിരുന്നു അല്ലെ? ബോംബെ ഇല്ലായിരുന്നു. പിന്നെയുള്ള ഡംബോയും വാസ്കോയും, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ പഞ്ചാബിൽ നിന്ന് ഉണ്ടായിരുന്നു ഒരു സ്പോർട്സ് അല്ലേ? അവരൊക്കെ ആയിരുന്നു എല്ലാം കാണാൻ പോവായിരുന്നേ. കാണാൻ പോകത്തില്ല, അത് കമന്ററി അന്ന് ആകാശവാണിക്കകത്ത് കിട്ടുമായിരുന്നു. അത് ക്രിക്കറ്റിന്റെ ഭ്രാന്തില്ലായിരുന്നു. ഇല്ലായിരുന്നു അന്ന്, ക്രിക്കറ്റ് ഇല്ലായിരുന്നു. ഇല്ല, പക്ഷെ ചെറുതായിട്ട് കേരളത്തിൽ അത്ര വിപുലമല്ല. കോളേജിലൊക്കെ ടോക്കുണ്ട്. അന്നൊക്കെ ഗവാസ്കറും പട്ടോടിയും. അതെ അതെ. അതെ, ഗവാസ്കർ അളിയനുണ്ടല്ലോ, കർണാടകക്കാരൻ. എനിക്ക് അവര് പിടിയില്ല. അന്ന് ഗവാസ്കർ, വിശ്വനാഥ്, സുനിൽ ഗവാസ്കറിന്റെ പെങ്ങളെ കെട്ടിയിരിക്കുന്നു. പിന്നെ പട്ടോടി, പിന്നെ നവാബ് പട്ടോടി, അങ്ങനെ കുറെ പേരൊക്കെ ആയിരുന്നു. പിന്നെ ശ്രീശാന്തും ശ്രീകാന്തും ഒക്കെ വന്നു. പിന്നെ വേറെ ഒരാളുണ്ടല്ലോ, രവിശാസ്ത്രിയാണോ? അല്ല, അല്ലാതെ വേറെ ആളുണ്ട്, ക്യാപ്റ്റൻ ആയിരുന്നു. അത് ദിലീപ് സർക്കാരാണോ? അല്ല, വേറെ ആളുണ്ട്. വേറെ ആളുണ്ടോ? ഗവാസ്കർ കഴിഞ്ഞാൽ കപിൽ ദേവ്. അവരൊക്കെ അങ്ങോട്ട് വരുന്നേ ഉള്ളു. പിന്നെ ഈ വെസ്റ്റ് ഇൻഡീസിൽ നിന്നൊക്കെ വരും, കാളേജറിനും വിവിയൻ റിച്ചാർഡ്സും, മാൽക്കം മാർഷലോ, ഓസ്ട്രേലിയ ഇയാംബോധം ഉണ്ട്. പിന്നെ അവന്റെ ഒരു ബ്രൂസ് റീഡ് ഉണ്ട്, ഒരു നീളമുള്ള, അത് ഇംഗ്ലണ്ടായിരുന്നു. ഈ കാളേജറിനും വിവിയൻ റിച്ചാർഡ്സും ഒക്കെ വെസ്റ്റ് ഇൻഡീസ്. ആക്ച്വലി കാളേജറൻ ഗയാനക്കാരനാണ്, അതോ ട്രിനിഡാഡാണെന്നോ സംശയം. അതൊക്കെയായിരുന്നു ആ കാലത്ത്. വെരി ഗുഡ്. എന്നിട്ട് ഈ സാറേ, ഈ അമേരിക്കക്ക് വരുമ്പോ ഇതെല്ലാം വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നേ. അതെ, വിഷമം ഉണ്ടായിരുന്നോ സത്യത്തിൽ? അവിടെ ജീവിച്ചു പോകാനായിട്ടും വളരെ ഭേദം ഇങ്ങോട്ട് വരാമെന്ന് കരുതി. അതുകൊണ്ട് അന്നേരം ഈ മൂത്ത സിസ്റ്റർ തെറ്റും പഠിച്ചു. പുള്ളി നഴ്സിംഗ് പാസ്സായി അവിടെ ലേഡി ഹാർഡിങ്ങിലാന്ന് തോന്നുന്നു. ലേഡി ഹാർഡിങ് എന്ന് പറഞ്ഞൊരു ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അവിടെ നേഴ്സായിരുന്നു. ഓക്കെ, എക്സ്പീരിയൻസ് ആയി. അപ്പം ഇവിടെ വരാൻ പ്രയാസമൊന്നുമില്ലായിരുന്നു, കല്യാണം കഴിക്കാത്തതുകൊണ്ട്. ഇവിടെ വന്ന ശേഷമാണ് പുള്ളി എന്റെ സിസ്റ്റർ കല്യാണം കഴിക്കുന്നത്. ഓക്കെ, അത് എവിടുന്ന കല്യാണം കഴിച്ച സാറാഴ്ച? എന്റെ പെങ്ങൾ കല്യാണം കഴിക്കുന്ന ഒളശ. അത് കഴിഞ്ഞാൽ അളിയൻ വരുന്നതൊക്കെ. സാറ് സിംഗിൾ ആയിട്ട് വന്നു കഴിഞ്ഞ അമ്മ എന്താ ചെയ്തത്? ഞാൻ വന്നു കഴിഞ്ഞ ഇവിടെ ഒരു വെയർ ഹൗസിൽ ജോലിക്ക് വന്നു. പക്ഷെ ആ വെയർ ഹൗസിലെ ജോലി അവിടുന്നാണ് ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കാൻ പഠിക്കുന്നത്. ഫോർക്ക് ആ സാധനം ഓടിക്കാൻ അവര് പഠിപ്പിച്ചു തന്നു. കയറ്റി ഇറക്കുമതി, അതായത് കയറ്റി ഇറക്ക് തൊഴിലാളി. ഇവിടെ ചുമട്ട് പരിപാടി ഇല്ലല്ലോ, കയറ്റി ഇറക്കല്. അത് ഫോർക്ക് ലിഫ്റ്റിലൊക്കെ പാലറ്റ് കണക്കിന് സാധനങ്ങൾ ഏറ്റു ഇവിടെ 8 മണിക്കൂറല്ല, അതിനകത്ത് 1 മണിക്കൂർ, പിന്നെ ഇടയ്ക്ക് 2 ബ്രേക്കും ഉണ്ട്. അത് ആരാ ജോലി മേടിച്ചതെന്നോ സാറിനെ? അത് അപ്ലൈ ചെയ്യുമായിരുന്നു, പരസ്യം വരുമായിരുന്നു. ഇന്റർവ്യൂവിനൊന്നും അവിടെ ചെന്ന് അവരെന്നാ ഇതൊക്കെ അറിയാതെ അവർ ആ എക്സ്പീരിയൻസ് ഒന്നും നോക്കുന്നില്ല, ആരോഗ്യം ഉണ്ടോന്ന് നോക്കുന്നത്. സാറിന് അന്ന് ഇംഗ്ലീഷിന് പ്രയാസം വല്ലതും വന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കുമ്പോ ഇംഗ്ലീഷ് വലിയതായിട്ട് അറിയേണ്ട കാര്യമില്ല. ഇല്ല, അവിടെ ഒരു വർമ്മ പോലെ കാണും. അതെല്ലാം കൊണ്ട് എടുത്ത് അവിടെ ഇതെല്ലാം കൊണ്ട് എടുത്ത് അതിന്റെ മേലെ വെക്കണം. അത്ര അപ്പോഴത്തേക്കിന് അയാളൊരു ഇമിഗ്രന്റ് ആയിരുന്നു, അയാള് പോർച്ചുഗലിൽ നിന്നുള്ള. ഓക്കെ, അയാൾ ഇഷ്ടമായിരുന്നു സാറിനെ? കുഴപ്പമില്ല. നമ്മൾ പറയുന്നതാണ്, തിരിച്ചു ഒന്നും പറയത്തില്ല. ഏകദേശമൊക്കെ മനസ്സിലായില്ലേ മനസ്സിലായെന്ന് പറയും. ഇല്ല, എന്നെ ഒന്നുകൂടെ എടുത്ത് മാറ്റി വെക്കണം. ചീത്തയായി പോകുന്ന സാധനമല്ല, കേടുവരുന്ന സാധനമല്ല, ഡാമേജ് വരുന്ന സാധനമല്ല. ബാറ്ററി ഓടുന്നു, നമ്മൾ എടുത്ത് വെക്കുന്നു. ഈ സാധനം വരുന്നു, അവർ ഇന്നടുത്ത സ്ലോട്ടിൽ ഇന്നൊക്കെ അവർ മാർക്ക് ചെയ്ത് നോക്കും. ചിലപ്പോ ഒരു കടലാസിൽ എഴുതിയിട്ട് നമ്പർ 4, 3, 9 അവിടെ പോകും, 15 ഇവിടെ പോകും, അവിടെ കൊണ്ട് ഇത് എത്ര നാൾ? പിന്നെ ജാക്ക് ഉണ്ടായിരുന്നു, ഫ്ലോർ ജാക്ക്. ഹൈഡ്രോളിക്കിന്റെ അതിൽ നേരത്തെ ഫോർക്ക് ലിഫ്റ്റ് കയറുമല്ല തല്ലച്ച് അതോട്ട് പോകും. പിന്നെ എന്നാ തെറ്റിപ്പോയെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചെയ്യണമെന്നേ ഉള്ളൂ. പ്രയാസമായിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല. ശരീരം വർക്ക് കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചേടാ അപ്പൊ ഒരു ദിവസം വേറൊരു സൂപ്പർവൈസർ അവിടെ ലൈറ്റ് മാറുകയും ഒരു ഫാനുണ്ട് ഫാക്ടറിയിൽ, അതുമൊക്കെ റിപ്പയർ ചെയ്യുന്ന കണ്ട് ഞാൻ കുറെ നേരം നോക്കി ഇത് എന്നാ സംഭവം
പുള്ളി ചെയ്യുന്നതൊക്കെ ഉണ്ട്. എന്നോട് ചോദിച്ചു ഡു യു നോ ദിസ് എന്ന് ചോദിച്ചു, അതായത് നിനക്കത് അറിയാവുന്ന. ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് 2 സ്വിച്ച് വന്നിച്ച് കാണിച്ചു പറഞ്ഞു. പുള്ളി പറഞ്ഞു മാറ്റാൻ പറഞ്ഞു. പുള്ളി നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇവിടുത്തെ സ്വിച്ചുകളാ, ഇവിടുത്തെ സ്വിച്ച് നമ്മുടെ ഫാക്ടറിയുടെ. അത് കഴിഞ്ഞ ഒരു ദിവസം എന്നോട് പറഞ്ഞു ആ ബൾബ് മാറണമെന്ന് പറഞ്ഞു, പൊക്കത്തില്ല. അപ്പം ഞാൻ അയാളുടെ കൂട്ടത്തിൽ പോയി. അപ്പൊ എന്നോട് പറഞ്ഞു യു ഗോ, നീ പോകാൻ പറഞ്ഞു. ഈ ലാഡറല്ല ഫോർക്ലിഫ്റ്റ് അല്ല പോകും. ഫോർക്ലിഫ്റ്റ് ഒരു സാധനം കിട്ടും കേജ് പോലെ നമ്മൾ വീഴാതിരിക്കും. അതാ ഫോർക്ലിഫ്റ്റിന്റെ ബ്ലേഡിലോട്ട് കയറ്റി വെച്ചിട്ട് അതങ്ങോട്ട് പോകും. 2 മീറ്റർ പൊങ്ങുള്ളല്ലോ. അല്ല, ഇത് 4 മീറ്റർ വരെ പോകും. 4 മീറ്റർ ഒന്നും അല്ല, ശരി. 25-30 അടി പൊക്കത്തിൽ പോകുന്ന അടി എന്ന് പറയുമ്പോ 60-18 12 അടി 12-15 അടി മുകളത്തെ 4 ലെവല് പോകുന്ന ഒരു ഫോർക്ലിഫ്റ്റ് ഉണ്ട്. അതിന് 4 സെറ്റപ്പ് ഉണ്ട്. എന്നാലും 32 ഓടി ഒരാൾ കയറി തന്നെ അതിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യും. അതേ ഒരാൾ താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. അവൻ താഴെ നിന്നുകൊണ്ട് അയാള് സൂപ്പർവൈസർ ഒന്ന് പ്രായമായി 40-45-50 വയസ്സുള്ളപ്പോഴാണ്. ഈ ഇലക്ട്രിക് ലൈൻ ഒക്കെ വർക്ക് ചെയ്യുന്ന പോലുള്ളവര് ചെറിയ സംവിധാനം. പക്ഷെ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന വണ്ടിയില് ഇവിടെ ഞങ്ങൾ ഇവിടെ പറയും ബക്കറ്റ്. എനിക്ക് അതിന് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. MTA ന്യൂയോർക്ക് സിറ്റി ട്രാൻസിറ്റില് എന്റെ പാർട്ട് ഓഫ് ജോലിയായിരുന്നു ആ ബക്കറ്റ്. അതിനൊരു പ്രത്യേക ലൈസൻസ് ഉണ്ട്. വെരി ഗുഡ്. പിന്നെ അതിന് 2-3 തരം ബക്കറ്റ് ട്രക്കുകളുണ്ട്. ചിലതിൽ 2 ബക്കറ്റുള്ളതുകൊണ്ട് 1 ബക്കറ്റുള്ളതുകൊണ്ട് വർക്കിനനുസരിച്ച്. പിന്നെ ഈ അവിടെ തന്നെ ഇരുന്ന് അത് തന്നെ. അതിനെല്ലാം ഓരോന്നിനും പ്രത്യേക ലൈസൻസ് വേണം. അതിന്റെ ഓപ്പറേഷൻസ് ഡിഫറെന്റ് ആണ്. പിന്നെ വെയിറ്റ് ബാലൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ശരി. അപ്പം ഈ സാറ് ബൾബ് മാറാൻ പോയ പുള്ളിക്കാരൻ പിന്നെ ഈ പണി അങ്ങ് തന്നോ? അല്ല, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞപ്പോ വേറെ 12 ബാർ തന്നു. ഫോർക്ലിഫ്റ്റ് പൊക്കിക്കൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല റോള്. അപ്പൊ എന്നെ കയറ്റിയില്ല. ലൈറ്റിന്റെ അവിടെ കൊടുത്ത് ലൈറ്റ് ഇത് തിരിക്കുന്നതാണോ കാണിച്ചായിരുന്നു. അത് തിരിച്ച് ഊരി സ്ക്രൂ ടൈപ്പ്, അതായത് പിന്നല്ല ത്രെഡാ. അത് ഊരി എടുത്ത് ചെയ്തിട്ട് എന്നിട്ട് പുള്ളി താഴെ ഇറക്കി ഫോർക്ലിഫ്റ്റ് ഡൗൺ ചെയ്ത് എന്നെ ഇറക്കിയിട്ട് പുള്ളി ഓൺ ചെയ്തപ്പോ ഇത് പിന്നെ 2-3 കൂടെ ജയിച്ചു. അത് കഴിഞ്ഞ് പുള്ളി ഒരു ദിവസം ഞങ്ങളുടെ അവര് സൂപ്പർവൈസറാണ്, ഫ്ലോർ മാനേജർ അല്ല, ഇത് ഫാക്ടറിയുടെ ലോക്കൽ മാനേജർ ഉണ്ട് അവിടുത്തെ. ആ ബിൽഡിങ്ങിലെ മാനേജർ പറഞ്ഞു ഇവനെ എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് തരാമോ, അവന് ഇലക്ട്രിക്കൽ പണി അറിയാമെന്ന് പറഞ്ഞു. എന്നോട് നിനക്ക് പണി അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു യെസ്, ഞാൻ ഞാൻ നാളെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ബോധ 2 സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു. ഇലക്ട്രീഷ്യന്റെയും കൊടുത്തു, ഇതും കൊടുത്തു. പഠിച്ചത് അല്ല, 2 റേഡിയോ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെലിവിഷൻ എന്നാണ് ഇലക്ട്രീഷ്യൻ പഠിച്ചത്. കൊച്ചിയിലായിരുന്നു പഠിച്ചത്, പക്ഷെ ലിജോയിലായിരുന്നു എന്റെ ടൈപ്പ്. അവിടെ നിന്നാണ് എയർ കണ്ടീഷൻ പഠിച്ചത്. ഈ 2 സർട്ടിഫിക്കറ്റും കൊടുത്ത് പുള്ളി ആ ഒറിജിനൽ കടലാസാ ഫോട്ടോയിൽ സീലൂടി ഉണ്ട്. ഫോട്ടോയുടെ ഒരു ഭാഗത്ത് പറ്റത്തില്ല. അതൊക്കെ പുള്ളി നോക്കിയിട്ട് തിരിച്ചു വന്നു പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞ് ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മാനേജർ മേലുള്ള വേറൊരാളുണ്ട്. അയാൾ വന്നപ്പോഴത്തേക്കിന് അവര് സംസാരിച്ചു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യനായിട്ട് ജോലി, പ്രൊമോഷൻ ആണെന്ന് പറയാം വേണമെങ്കിൽ. അന്നൊക്കെ സത്യത്തിൽ ആവറേജ് കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എത്ര രൂപ ശമ്പളം? ഞാൻ തുടങ്ങുന്നത് പെർ അവറിന്, അമേരിക്കയിലെ പെർ അവർ 2 രൂപ 5 പൈസക്ക്. അയ്യോ, അതേത് വർഷം? 1984 മെയില് ജോലിക്ക് കയറുക. അത് 8 മണിക്കൂർ. ഫെബ്രുവരി വന്ന് മെയില് ജോലിക്ക് കയറുന്നു. $2 5 പൈസ. അത് ന്യൂയോർക്കില്. ന്യൂയോർക്കിന്റെ സിറ്റിയിലല്ല, ഞങ്ങൾ കൗണ്ടി എന്ന് പറഞ്ഞ വേറെ ഡിസ്ട്രിക്റ്റാ. നമ്മുടെ രീതി പറഞ്ഞ വേറൊരു ഡിസ്ട്രിക്റ്റ് ആണ് വെസ്റ്റ്ചെസ്റ്റർ. ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് 5 ഡിസ്ട്രിക്ട് കൂടുന്ന നമ്മുടെ നാട്ടിലെ രീതി പറഞ്ഞു. അതായത് ഇവിടെ കൗണ്ടി എന്ന് പറയും. ഞങ്ങൾ വേറൊരു ഡിസ്ട്രിക്റ്റ് ആണ് വെസ്റ്റ്ചെസ്റ്റർ. ഓക്കെ. അപ്പൊ ഈ 2 രൂപ നമുക്ക് 1 മണിക്കൂറിന് കിട്ടിക്കഴിഞ്ഞാൽ 8 മണിക്കൂർ ജോലിയാ $16-17 വരും.
16 രൂപ കൂട്ടിയാൽ മതി. പിന്നെ ബാക്കി 8 എണ്ണച്ച് 40 പൈസ. അത്രേ ഉള്ളൂ. അന്ന് സിഗരറ്റിനൊക്കെ ഒരു പാക്കറ്റ് സിഗരറ്റിനൊക്കെ 75 പൈസയാ. 75 പൈസ ഉള്ളൂ. വേണ്ട. ഒരു ഗ്യാലിന്, അതായത് 3.5 ലിറ്റർ പാലിന് എനിക്ക് തോന്നുന്നു 1 രൂപയാന്ന് തോന്നുന്നു. ഓ ശരി. ഇപ്പൊ 5 രൂപയുള്ളതാ. ഇപ്പൊ അത് എവിടുന്നാ മേടിക്കുന്നതിനകത്ത്? അതെ അതെ. അങ്ങനെ എല്ലാം വിലക്കുറവായിരുന്നു. അത് ശരി. പക്ഷെ ആ രണ്ടിലുള്ള സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലേ? സാറ്റിസ്ഫൈഡ് അല്ല, മറ്റുള്ളവരെ 7 മേടിക്കുന്നവരും ഒക്കെ ഉണ്ട്. 10 മേടിക്കുമായിരുന്നു ഞങ്ങളുടെ. നഴ്സുമാർക്ക് എത്ര ഉണ്ട്? 10 ഉണ്ടോ? എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ പറയില്ല, മദറിനല്ല 12 മറ്റായിരുന്നു തോന്നുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സാറ് പിന്നെ എങ്ങനെയാ വേറെ ലൈൻ? അപ്പോഴത്തേക്കിനും വേറെ ലൈനിൽ വന്നപ്പോഴേക്കും എന്നോട് എന്റെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആ ഇലക്ട്രീഷ്യൻ പറഞ്ഞു, നിനക്കെന്നാ ഇവിടെ പള്ളിക്കൂടത്തിൽ പോയി അല്ല ടെസ്റ്റ് എഴുതി ഇവിടെ എവിടെയെങ്കിലും കയറാൻ മേലെന്ന് ചോദിച്ചു, ഇലക്ട്രീഷ്യനായിട്ട്. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചേടാ, ഞാനിവിടെ വന്നിട്ട് ഈ അൽഗുളത്ത് ചെറിയ ലൊട്ടിലോടൊക്കെ പരിപാടിയായിട്ടിരുന്ന പോലല്ലോ. ഞാനപ്പം കമ്മ്യൂണിറ്റി കോളേജിൽ പഠിക്കാൻ പോയി. ആദ്യമേ 2 സെമസ്റ്റർ എന്ന് പറയും ഇവിടെ. ഇംഗ്ലീഷ് അവരെന്നെ പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്തു. അവരെനിക്ക് ടെസ്റ്റ് എടുത്തു. ഇംഗ്ലീഷും കണക്കും കട്ടിയായിരുന്നല്ലേ? ഇല്ല, അത് കുഴപ്പമില്ല. അത് അവർക്ക് ബേസിക് ഇംഗ്ലീഷ് അറിയണം. വലിയ ഗ്രാമർ ഒന്നും അല്ല, അതൊരു പ്രത്യേക രീതിയിലുള്ള ടെസ്റ്റാ. പിന്നെ മാത്തമാറ്റിക്സ് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പിന്നെ ഈ പെർസെന്റേജും അല്ല റൂട്ട് സ്ക്വയറും ഒക്കെ, അതായത് സിമ്പിൾ മാത്തമാറ്റിക്സ് അറിയാവോ? അല്ലാതെ ഒത്തിരി പഠിച്ചിട്ടൊന്നും പൈതഗോറിയൻ തീറോ പിന്നെ കാൽക്കുലസോ ഒന്നുമില്ല. അപ്പോൾ അവിടെ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. കേട്ടാലും വായിച്ചാലും പോരല്ലോ. നമ്മൾ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോ ഇംഗ്ലീഷാ. അപ്പൊ അത് വായിക്കാൻ അറിയാൻ മനസ്സിലാകും. പക്ഷെ നമ്മൾ സംസാരിക്കുന്നില്ല കേരളത്തില്. ഇല്ല. അവര് 2 ക്ലാസ് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ അതിന്റെ പിറ്റേ വർഷം അപ്പൊ 2 ക്ലാസ് കൊണ്ട് 2 സെമസ്റ്റർ കൊണ്ട് 1 കൊല്ലം കഴിയും. ഓഗസ്റ്റില് സെപ്റ്റംബർ ലേബർ ഡേക്ക് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് ഡിസംബറിൽ തീരും. പിന്നെ അടുത്ത ജനുവരി പകുതിക്ക് തുടങ്ങും. അത് മെയ്യിൽ തീരും. അതോടുകൂടി ഇംഗ്ലീഷ് കഴിഞ്ഞു. പിന്നെ അടുത്ത ഓഗസ്റ്റില് അടുത്ത ഇംഗ്ലീഷ് ഇലക്ട്രിക്കൽ പ്രോഗ്രാമിലേക്ക് അങ്ങ് ബേസിക് ഇംഗ്ലീഷ് അറിയാമല്ല, മാത്ത അറിയാമല്ലോ. ഈ ഇലക്ട്രിക്കൽ വർക്കിൽ ബേസിക് മാത്ത അറിയില്ലേ? അപ്പൊ അവർക്കറിയാം. ആ കോഴ്സ് എത്ര വർഷമാണ്? അത് ഞാൻ പാർട്ട് ടൈം ആയിട്ടാ പോയത്. ജോലി ചെയ്തിട്ട് വൈകുന്നേരം പോകും. 7 മുതൽ 9 വരെയോ? അവിടെ 6:30 തുടങ്ങുന്നത്. 6:30 മുതൽ 9:30 വരെ 3 മണിക്കൂർ കൊണ്ട്. 3 മണിക്കൂർ. ചില ദിവസം 2 ക്ലാസ് കാണും. അത് തന്നെ. ഒന്ന് 6 തൊട്ട് 7:50 വരെ, മറ്റേത് 8 അല്ല 8:05 തൊട്ട് 9:30 വരെ. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിപ്പിക്കുന്നതൊക്കെ? കുഴപ്പമില്ല. ഞാൻ 3 ഈ ഗ്രാജുവേറ്റ് ചെയ്ത് ഹോണറോടുകൂടിയാ. ഓണേഴ്സ് എടുത്ത് ഹോണേഴ്സ് കിട്ടുമായിരുന്നു. അതിനും കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ബിസിനസ് പഠിച്ച അതിനും കിട്ടി. MBA പോയി, BBA പോയി. പിന്നെ അതല്ല BBA അല്ല, ഞാൻ BA എക്കണോമിക്സിനാണ്. അതിനും ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ MBA പോയി, അതിനും ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഒരു പ്രത്യേക പേരുണ്ട് ഓരോ സൊസൈറ്റി. മാഗ്ന കം ലോഡ് അല്ലെങ്കിൽ സിഗ്മ പൈ അങ്ങനെയാണ്ടൊക്കെ കുറെ ആൾക്കാർക്കുള്ള. അപ്പൊ അത് ഇതിനകത്ത് എനിക്ക് കിട്ടി. എന്നിട്ട് കരിയർ ചേഞ്ച് ചെയ്തോ? എന്നിട്ട് ഇല്ല. അപ്പൊ ഈ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ ഈ ഇലക്ട്രീഷ്യന്റെ ഇത് പഠിച്ചില്ലേ? അപ്പൊ ഞാൻ സബ്വേയിൽ അപ്ലൈ ചെയ്തു. MDയുടെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അവര് ടെസ്റ്റ്, പിന്നെ അത് സിവിൽ സർവീസാണ്, ഗവൺമെന്റ്. ഇത് നമ്മുടെ PSC പറയുന്ന പോലെ. പക്ഷെ എക്സാക്ട്ലി അതല്ല, വേറെ രീതിയിലാണ്. നമ്മൾ ടെക്നിക്കൽ ഡിവിഷൻ, നമ്മൾ ഈ പരീക്ഷ പാസ്സാകണം.
പരീക്ഷ പാസ്സാക്കുമ്പോ അവര് ഓപ്പർച്യൂണിറ്റി വരുന്നതനുസരിച്ച് നമ്മളെ വിളിക്കും. ഓക്കെ നമുക്ക് ലെറ്റർ അയക്കും. ഓക്കെ ഇന്ന ദിവസം ഇന്റർവ്യൂ ഉണ്ട്, ഇത്ര രൂപ ചെക്ക് അല്ലെങ്കിൽ മണി ഓർഡറുമായിട്ട് വന്ന് ഇത് പിന്നെ ആ പേപ്പർ വർക്ക് എല്ലാം ചെയ്യണം. സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് വേണം, ഇമിഗ്രേഷൻ കാർഡ് വേണം, ഫിസിക്കൽ കാർഡ് വേണം, നമ്പർ പറഞ്ഞാൽ പോരാ. ഓക്കെ അതെല്ലാം കൊടുത്തു, ജോലിക്ക് കയറി. ആ കൂട്ടത്തിൽ വൈകുന്നേരം കോളേജിൽ പോകുമായിരുന്നു. ഓക്കെ ബിസിയാ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിക്കുന്ന BA പോകുമ്പോഴാണ്. ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ MBA പോയി. അവിടെയും ഡിസ്റ്റിങ്ഷനോട് വെരി ഗുഡ്, ഹോണർ, അതായത് അവാർഡോടുകൂടി. അപ്പൊ കരിയർ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയല്ലേ? കരിയർ ചെയ്തില്ല, ഓൾറെഡി നമ്മൾ ഇലക്ട്രീഷ്യൻ ആണല്ലോ ഇവിടെ കയറി സബ്വേയില്. ഓക്കെ അപ്പൊ ചേഞ്ച് ചെയ്യണമെന്നില്ല. അപ്പൊ അവർക്ക് പറഞ്ഞു, ഏടാ ഒരു മാനേജർ പറഞ്ഞു, ആസ് ലോങ് ആസ് ദേ ഹാവ് പീപ്പിൾ ദേ നീഡ് സംബഡി ടു മാനേജ് ദം. സോ ദേ അല്പം സൂപ്പർവൈസറായി. പിന്നെ അങ്ങോട്ട് മേലോട്ട് പോകുന്നതിന്റെ ഒക്കെ ഓരോ ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ കുറെ നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ആ പരിപാടിക്ക് പോയാൽ മേലോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മാനേജർ പറഞ്ഞു. അപ്പൊ നീ പതുക്കെ ഇത് അങ്ങ് കളഞ്ഞേച്ച് തിരിച്ച് പഴയ ജോലിയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ബെറ്റർ, സൂപ്പർവൈസർ ഇലക്ട്രിക്കലിനകത്ത് പോയി കഴിഞ്ഞാൽ ഇത് ക്ലറിക്കലായി. അതെ അതെ, ക്ലറിക്കൽ ഇത്രയാ പോകാൻ പറ്റുള്ളൂ. തിരിച്ച് നീ ഇലക്ട്രിക്കൽ ടെക്നിക്കലിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രൊമോഷൻ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അവിടുന്ന് സൂപ്പർവൈസർ MS2 അല്ലെങ്കിൽ അതിന് മേലോട്ട് പോയപ്പോ എന്നോട് പറഞ്ഞു അതിലോട്ട് മേലോട്ട് പോകരുതെന്ന് വളരെ അഡ്വൈസ് ചെയ്തു. അത് ഈ ടൈറ്റിൽ ഷോ അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക്, അതായത് ഞാൻ മറ്റേ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളവർക്ക്, പൈസ ഉണ്ടാക്കണമെങ്കിൽ MS2 അപ്പുറം അല്ലെങ്കിൽ പോകരുതെന്ന് പറഞ്ഞു. അവരെ സജസ്റ്റ് ചെയ്ത് പറഞ്ഞു. അവർ ഇങ്ങോട്ട് പറഞ്ഞു. അവിടെ കൂടെയുള്ള MS2കാര് റിട്ടയർ ആകുന്നവര് ഒരാള് 3 ഷിഫ്റ്റിൽ ഓരോ MS2 ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ആ MS2 പറയും ഡോണ്ട് ടേക്ക് ബോസ് എന്ന് പറയും. അതായത് അമ്മാരുടെ ബോസ് ആകരുത്. അമ്മാരുടെ ബോസ് പറഞ്ഞ നിനക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ഓവർ ടൈം ഉണ്ട് MS2ന്. അതിന്റെ മേളിൽ പോയ സൂപ്രണ്ടാ അല്ല ഡെപ്യൂട്ടിയാ, അല്ലെങ്കിൽ ജനറൽ സൂപ്രണ്ട്, അസിസ്റ്റന്റ് ജനറൽ സൂപ്രണ്ട്, അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പോകും. കൂടുതൽ പൈസ ഈ MS2 ഉണ്ടാക്കും. അവിടെ എന്തായിരുന്നു ശരിക്കും റുട്ടീൻ വർക്ക്? എന്തായിരുന്നു വർക്ക് എന്ന് വെച്ചാൽ ആദ്യമേ ഹെൽപ്പർ ആയിരുന്ന കാലത്ത് വണ്ടി ഓടിക്കണം, പലതരത്തിലുള്ള ട്രക്ക്, ലോറി. ഒരു ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കൊരു കോഴ്സ്, ഒരു അസൈൻമെന്റ് വരും. അല്ലെങ്കിൽ ഒരാൾ പറയും ഇവിടെ മരം വീണ് ലൈൻ പൊട്ടി, അല്ല വെള്ളം കയറി. 911 അല്ല, ഞങ്ങൾ വേറെ ആർക്കും ചെയ്യത്തില്ല, ഈ റെയിൽവേയുടെ മാത്രം. ഈ ട്രാക്കിലുള്ള ട്രാക്കിന്ന് അല്ല, ഇവിടുത്തെ പോലെ ഒരു ട്രാക്ക് അല്ലല്ലോ അവിടെ, അല്ല ഒരു ലൈൻ അല്ലല്ലോ, സബ്വേ ആണല്ലേ, കൂടെ എല്ലാം പിന്നെ മേളിലും വരുന്നുണ്ട്. ബ്രോങ്സിലും ബ്രൂക്കിലും പലയിടത്തും മേളിലുണ്ട്. ബ്രോങ്സിലും മോസ്റ്റും മേളിലാണ്, ബ്രൂക്കിലും പകുതി ഭാഗം മേളിലാണ്. അപ്പൊ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായ ആ ഏരിയയിൽ അഫക്റ്റഡ് ആയ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങളുടെ അങ്ങോട്ട് ഒരു കോൾ വരും. അപ്പൊ ഞങ്ങൾ ഇത് എന്നാന്നൊക്കെ പോയി ആദ്യമേ എമർജൻസി അനുസരിച്ച് ക്രൂവിനെ വിടും. അപ്പൊ അവര് നോക്കും കേബിൾ പൊട്ടിയതാണോ, വെള്ളം കയറിയിട്ട് ചീത്തയായി പോയ വല്ലതാണോ, ചെക്ക് ചെയ്തിട്ട് വർക്ക് സ്കെഡ്യൂൾ ഉണ്ടാക്കി. ചിലതൊക്കെ ആണെങ്കിൽ അവര് പൈസയും എക്യുപ്മെന്റും വല്ല പ്രശ്നം, അതിന്റെ ട്രെയിൻ ഓടാതെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. മനസ്സിലായി. സോ യു മസ്റ്റ് ഡു ASAP എന്നാണ് ആ പ്രശ്നം റൂൾസ് ജനങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. അതെ അതെ, കാരണം എത്ര പേരാ നോക്കി. അപ്പോൾ ഈ സമയത്ത് ഡബിൾ ഷിഫ്റ്റാ ചെയ്യുന്നത്. നോർമലി രാവിലെ 8 എന്നാൽ ചിലപ്പോൾ വൈകിട്ട് 12 ഇറങ്ങുന്നത്. ഈ സമയത്ത് സാറിന്റെ കൂടെ മലയാളികൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവരൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഒരാള് നമ്മുടെ ചിങ്ങനമല്ല, അതിന് അവിടം വരെ ഒന്നും പോണ്ട. കോട്ടയത്ത് അടുത്ത് സ്ഥലം, ഞാൻ ഏത് റൂട്ടാ? ചങ്ങനാശ്ശേരി ചിങ്ങവനത്തിന് പോകുന്ന, നാട്ടകം കഴിഞ്ഞ ഒരു സ്ഥലം. അത് മറിയപ്പള്ളി അല്ലെങ്കിൽ പള്ളവും മറിയപ്പള്ളി അല്ലാതെ അതിനിടയ്ക്ക് വേറെ സ്ഥലമുണ്ട്, അവിടുത്തുകാരനാ. ശരി, അവിടെ ആയിരുന്നു. അവനുണ്ടായിരുന്നു, അയാളുടെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ എന്റെ സൂപ്പർവൈസർ ആയിരുന്നു, സാം. പിന്നെ ഒരു തിരുവല്ലക്കാരനുണ്ടായിരുന്നു. പിന്നെ ഒരു
ഉഴവൂരുകാരനുണ്ടായിരുന്നു. പിന്നെ ഒരു ഗോപിനാഥൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്ഥലം എനിക്ക് തന്നെ നല്ല പുള്ളി അധികം നാള് അവിടെ നിന്നില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നില്ല. ഇവരെല്ലാം സാറിനെ പോലെ ഇവിടെ വന്ന് പഠിച്ചവരാണോ അതോ? അത് സാബു ഇവിടെ വന്ന് പഠിച്ചാ. മറ്റുള്ളവര് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ ഡിഗ്രി ഉണ്ടായിരുന്ന ജോലിയിൽ ഇരുന്നവരാ, എക്സ്പീരിയൻസ് ഉള്ളവരാ. സാബുവും പിന്നെ ഒരു ജിമ്മി മണിമാല എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. എന്റെ കൂട്ടത്തിലല്ല, വേറെ അവരെ ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചാ. ഓക്കെ ഓക്കെ. അപ്പൊ കല്യാണം കഴിക്കാൻ ആരാ എന്നാ പറഞ്ഞ സാറിനോട്? വീട്ടിൽ നിന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഒരു ബ്രേക്ക് ഇത് ഇടയ്ക്ക് വെച്ച് പോയി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കോളേജിൽ പോയത്. അതെ. ഇപ്പൊ 89 പോയി കല്യാണം കഴിച്ചു. എവിടുന്ന്? വൈഫിന്റെ സ്ഥലം കോട്ടയം പാമ്പാടി. പാമ്പാടി, അടുത്ത് തന്നെയാ, 5 മൈലേ ഉള്ളൂ. അല്ല, പുള്ളിയുടെ വീട്ടില് 10-12 മൈൽ വരെ 11 മൈൽ. പാമ്പാടി കാളച്ചന്തക്ക് ചെല്ലുന്നതിന് മുമ്പ്. എന്തായിരുന്നു അവരുടെ എഡ്യൂക്കേഷൻ? പുള്ളിക്കാരി അന്ന് BSc കഴിഞ്ഞിട്ട് MScക്ക് പോകാൻ പോവായിരുന്നു. ഓക്കെ. അപ്പം കല്യാണം ആലോചിച്ചു, അത് വേണ്ടെന്ന് വെച്ചു. ഓക്കെ. അപ്പം പിന്നെ മീൻ ടൈം ഇങ്ങോട്ട് വരുന്ന സമയത്ത് കോട്ടയത്തെ മന്ദിരത്തിലായണ്ട് ഈ ലാബ് ടെക്നീഷ്യൻ അവരുടെ മെയിൻ പരിപാടി ബ്ലഡ് പറയാം, ബ്ലഡ് ഡ്രോ ചെയ്യുമോ? അത് ചെയ്യും. പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് അവള് ചെയ്തോണ്ടിരുന്നത് ഈ പാമ്പേടി ആയിട്ട് വരുന്നവരുടെ അത് ഏത് പാമ്പ കടിച്ചെന്നുള്ള ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ബ്ലഡ് എടുത്തിച്ച് പല ടെസ്റ്റ് ട്യൂബിനകത്ത് ഒഴിക്കും, അങ്ങനെ കണ്ടത്. അപ്പൊ അതിനുള്ള കളർ വ്യത്യാസമോ അതില്ല, അത് ഏത് പാമ്പിന്റെയാന്നുള്ളത് അറിയാൻ പറ്റും. അണലിയാണോ മൂർഖനാണോ അങ്ങനെ കുറെ ബ്ലഡ് അറിയാൻ പറ്റും അല്ലേ? ബ്ലഡ് അവര് അതിന്റെ ഒരു പരിപാടി ഉണ്ട്. ശരി. അല്ല, ഈ അതിനാണ് അവര് പറയുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ കടിച്ച പാമ്പിനെ പിടിച്ചോണ്ട് വരാൻ പറയുന്നത്. അത് നടക്കുന്ന പാട് നോക്കിയും ചിലപ്പം പറയാൻ പറ്റും, എന്നാലും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങോട്ട് മാറിപ്പോയാൽ വിഷമായി പോയില്ലേ? അതെ. അപ്പൊ അവര് ഏണ്ട് എന്നാ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ 4 തരത്തിലുള്ള വിഷമാണ്. ഓക്കെ ഓക്കെ. ഇത് പുതിയ ഹീമോടോക്സിൻ, മയോടോക്സിൻ, സൈറ്റോടോക്സിൻ. ഓക്കെ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, എന്നാന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഇത് ഇന്നുവരെ പത്രത്തിലൊന്നും വന്നിട്ടേ ഇല്ല. ഒന്ന് ബ്ലഡിനെ കട്ടിയാക്കും, ഒന്ന് ബ്ലീഡിങ് വരുത്തും, അണലി കൈ കട്ടിയാക്കുന്നുണ്ടോ. പിന്നെ ഒരെണ്ണം നമ്മുടെ മഞ്ചട്ടി എന്ന് പറഞ്ഞ സാധനം ഈ സെല്ലിനെ തിന്നു, അതായത് പേശി മസിൽ. പിന്നെ ഒരെണ്ണം ന്യൂറോടോക്സിൻ ഇപ്പൊ കിട്ടി 4. അതായത് മൂർഖൻ. അത് പക്ഷെ മൂർഖന്റെ രക്ഷപ്പെടാം, നമ്മൾ ഓടുകയോ ചാടുകയും ചെയ്യാതെ വെരി റിലാക്സ് ആണെങ്കിൽ. നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന അനുസരിച്ചാണ് വേഗം ചെല്ലുന്നത്, വേഗം ചെല്ലാൻ പാടില്ല. ന്യൂറോടോക്സിൻ, സൈറ്റോടോക്സിൻ, മയോടോക്സിൻ, പിന്നെ എങ്ങനെ 3-4 ടോക്സിൻ ഇവര് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. കോഴ്സ് പഠിച്ചു. ഞാൻ പഠിച്ചതല്ല, വൈഫ് പഠിക്കുകയോ അവര് പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് അത് കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 3-4 മാസം. അത് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് പാമ്പില്ലല്ലോ ഇവിടെ, വളരെ കുറവ് നോർത്തിലെ ഈ ഉള്ളിടത്തൊക്കെ ഉള്ളു. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊന്നും അല്ല, പാമ്പുണ്ട്. പക്ഷെ അതൊക്കെ സീവിയർ പോയിസൺ ഉള്ള ഒന്നുമില്ല. എന്നിട്ട് പുള്ളിക്കാർ ഇവിടെ വന്നിട്ട് നാട്ടിൽ MScക്ക് പോകാൻ BSc സുവോളജിക്കാരിയാ. അപ്പൊ ഇവിടെ വന്നിട്ട് കോളേജില് അഡ്മിഷൻ ടെസ്റ്റ് എഴുതി. അപ്പൊ അവിടെ ആദ്യത്തെ സെമസ്റ്ററിൽ സീറ്റ് 24 പേരെ, ഇവളെ അവര് 25ാം ലിസ്റ്റിലാണ്. അപ്പൊ ഒരു സ്ഥാനത്തിന് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വിളംബരയുടെ അഭ്യാസമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ആർക്കും വേറെ വല്ലയിടത്തും കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവിടെ ഒരു ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിൽ ഒരു സ്കൂളുണ്ട്, അവര് നഴ്സിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്. അവരുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഈ അതിനകത്തുനിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ബെസ്റ്റ് 10 പേരെ 15 പേരെ അവരുടെ ഹോസ്പിറ്റലിലേക്ക് എംപ്ലോയ് ചെയ്യും. കാരണം അവിടുന്ന് റെക്കമെൻഡേഷനോടുകൂടിയാ വരുന്നത്. സാറന്മാരുടെ റെക്കമെൻഡേഷനും വരും, പിന്നെ എഡ്യൂക്കേഷണൽ റെക്കോർഡ് അവിടെ ഉണ്ട്.
അതുകൊണ്ട് നമ്മള് ഈ അവർ അവിടെയാണ് പഠിക്കുന്നത്. അതെ അതെ. അങ്ങനെയാണ് പുള്ളിക്കാരി ഇവിടെ നേഴ്സായിട്ട്, പുള്ളിക്ക് ഇപ്പോൾ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ. ചില ദിവസം മാനേജറാണ്. ഓക്കെ, മനസ്സിലായി. ഡിപ്പെൻഡ്, മാനേജർ വരാത്തപ്പോ ഡ്യൂട്ടി അനുസരിച്ച് ആ ഡ്യൂട്ടി അങ്ങോട്ട് ഇടും. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ഉണ്ട്. സാറും വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ റിട്ടയർ ചെയ്യും. ലാസ്റ്റ് പൊസിഷൻ എന്തായിരുന്നു? ഡെപ്യൂട്ടി സൂപ്രണ്ട് അല്ലെങ്കിൽ MS2 എന്ന് പറയാം. അത് ഏത് ഡിവിഷനിലാണ്? ഈ ട്രാൻസിറ്റിൽ തന്നെ, മെട്രോയിൽ. പെൻഷനൊക്കെ ഉണ്ട്, ജീവിതസുഖമാണ്, കുഴപ്പമില്ല. ന്യൂയോർക്ക് വിട്ട് വേറെ എവിടെയും പോയി താമസിക്കണോ? ഇല്ല, ആഗ്രഹമില്ല. കാരണം അവിടെ ഇവിടെയോട്ടൊക്കെ പോകുന്നത് ഞാൻ ചൂട് കൂടുതല. എനിക്ക് ചൂട് വശത്തിൽ ഇഷ്ടമില്ല. തണുപ്പാണെങ്കിൽ 2-3 ലെയർ കോട്ട് ഉടുപ്പിട്ടാ മതി. ഞങ്ങള് പറയുന്നത് തണുപ്പത്തിലാ സഹിക്കുന്നത്, ചൂടത്ത് നിന്നാ പോരെ. എനിക്ക് ചൂട് ഇഷ്ടമില്ല, വേർക്കുന്നത് പറ്റത്തില്ല. അപ്പൊ ഞങ്ങളെല്ലാരും, ഞങ്ങളുടെ കുടുംബം പൊതുവെ തണുപ്പാണ് ഇഷ്ടം. എല്ലാരും ന്യൂയോർക്കിൽ തന്നെയാ, പെങ്ങളും എല്ലാം. പെങ്ങളും ന്യൂയോർക്കില്, അനിയനും ന്യൂയോർക്ക്. അനിയൻ ഫാമിലി ന്യൂയോർക്ക്. എന്ത് ചെയ്യുന്നു? അനിയൻ വേറൊരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷനിലാണ്, ക്ലറിക്കൽ ജോലിയാണ്, ഫൈനാൻസും ബില്ലിങ്ങും ഒക്കെ. സ്പെസിഫിക് ഒന്നും ആരും ഇവിടെ പറയത്തില്ല. ഇല്ല. നിങ്ങളെ ഫാമിലിയിലെ മക്കളൊക്കെ, കൊച്ചുമക്കളൊക്കെ? എനിക്ക് 2 മക്കളാ, കൊച്ചുമക്കളൊന്നും ഇല്ല. അവരെ മകൻ 2 പേരും ബാച്ചിലേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല. മകന് 31 വയസ്സ്, മകൾക്ക് 26 വയസ്സ്. നോട്ടം ഉണ്ടോ? ഉണ്ട്. അവർക്ക് നമ്മൾ പിടിച്ചു കഴിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതില്ല. അതോ ഇവിടെയുള്ള പിള്ളേരെയാണ് വേണ്ടി? ഡസൻ മാറ്റർ. ആരെങ്കിലും വന്നാൽ, ആരെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടണമല്ലോ. അത് നമ്മുടെ കൂട്ടത്തിൽ അല്ലല്ലോ ജീവിക്കുന്നത്. കൂട്ടത്തിൽ സെയിം വീടായിരിക്കും, പക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് എവിടെയെങ്കിലും മനോരമയിലോ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ട്. മനോരമയിലുണ്ട്, ഷാദിയിലുണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു കേരള ക്രിസ്ത്യനോ ക്രിസ്ത്യൻ പാർട്ടി സ്ഥലത്തുണ്ട്. കുഴപ്പമില്ല, ഇഷ്ടം പോലെ ആലോചനകൾ ബന്ധം, പക്ഷെ അതൊന്നും ശരിയാകുന്നില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ ദൈവം. ചിലരൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു, മകനെ പറ്റി ചോദിച്ചു കഴിഞ്ഞിട്ട് പറയും, അവൻ മദ്യപിക്കോ? ഇല്ല. മദ്യപിക്കുമെന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും ഒക്കെ മാസത്തിൽ ഒന്നുപോലും ഇല്ല. അതൊരു പ്രശ്നം. അതെ, ഇവൻ സോഷ്യൽ ആളല്ലോ. അതെ. സാർ എനിവേ ഇന്റർവ്യൂ പോയി കഴിയുമ്പോൾ ദൈവം വെച്ചാൽ സാറിന് നല്ല. അതുപോലെ തന്നെ അവന് സ്വന്തം ജോലിയുണ്ട്, പക്ഷെ അവൻ ആ ജോലി കളയാനായിട്ട് വലിയ മടിയാ. അത് ഈസി ജോലിയാ. രാവിലെ വണ്ടി ഓൺ ചെയ്യുക, അതായത് 9 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ തൊട്ട് അവന്റെ ശമ്പളം മീറ്റർ ഓടുക, തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പം ഓഫായി. അതിനിടയ്ക്ക് വണ്ടി ഓടാതെ വന്നാലും ആക്സിഡന്റ് ആയിട്ട് 2 മണിക്കൂർ വഴി കിടന്നാലും റണ്ണിങ് വന്നോളൂ. അത് ഓക്കെ. മോള് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, PA എന്ന് പറഞ്ഞു. അതിന് പോയിട്ട് അവള് തന്നെ പറഞ്ഞു വേണ്ട, ഹാർഡാണ്. അത് കാരണം അവള് നഴ്സിംഗ് പോയി. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ പാസ് ഔട്ട് ആവും. നെക്സ്റ്റ് അല്ല, ഈ ഇയറിൽ തന്നെ 2026 തന്നെ ഔട്ട് ആവും. ഒരു ജോലി കിട്ടും, പിന്നെ ദൈവം എന്നെ വെച്ച് നടത്തട്ടെ. അതെ, അത് കുഴപ്പമില്ല. പാസ്സായ അമ്മയും ജോലി ചെയ്യുന്നുണ്ടല്ലോ ഹോസ്പിറ്റലൊക്കെ. തന്നെയല്ല, അമ്മ ജോലി ചെയ്യുന്നതിന്റെ ആ ഹോസ്പിറ്റൽ കമ്പനിയുടെ വേറെ സ്ഥലത്തെ ഇവിടെ ജോലി. ഓക്കെ, കൂൾ. അവർക്കെല്ലാവർക്കും അറിയാം ഇവിടെ ആരാന്നും ഇവിടെ അമ്മ ആരാ. സാറിന്റെ പേരൻസ് എല്ലാം മരിച്ചുപോയി അല്ലേ? എല്ലാരും മരിച്ചുപോയി. നാട്ടിലിപ്പോ ആരുണ്ട് സത്യത്തില്? ഇപ്പൊ അമ്മയുടെ ഒരു അനിയത്തി ഉണ്ട്. ഓക്കെ, അവരായിട്ട് ബന്ധമുണ്ട്, വിളിക്കാറുണ്ട്. ഞാൻ വീട്ടിൽ പോയി താമസിക്കുന്ന അവരുടെ വീട്ടിലാണ്. അവരെ നാട്ടിലെന്തായിരുന്നു? പുള്ളിക്കാരി നേഴ്സായിരുന്നു. പുള്ളി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹെഡ് നേഴ്സ് വരെ ആയിട്ട് ഒരു 5-8 കൊല്ലെങ്കിലും അവിടെ ആയിട്ടാണ് പുള്ളി റിട്ടയർ ചെയ്തത്. പേര് സൂസമ്മ എന്ന് പറയും പുള്ളിക്കാരുടെ പേര്. ഒത്തിരി അവിടുത്തെ ഇവിടുത്തെ ഡോക്ടർമാർക്കൊക്കെ സൂസമ്മ അറിയാം. ശരി. സാറിന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിന് മരിച്ചുപോയി. ജോലി എന്തായിരുന്നു? മിലിറ്ററിയിലായിരുന്നു. ഓക്കെ. എന്നിട്ട് ഈ ആന്റി ഇവിടെ നാട്ടിൽ നഴ്സായിരുന്നു. അങ്കിള് അല്ല, അതിപ്പോ അവരുടെ തീരുമാനമല്ല. ഈ അമ്മയുടെ അനിയത്തി കൊണ്ടുപോകാൻ, പക്ഷെ ഹസ്ബൻഡ് വിട്ടില്ല. മിലിറ്ററിയിലുള്ള ആള് പറഞ്ഞ് പോകണ്ട, പിള്ളേരുമായിട്ട് ഇവിടെ നിന്നാ മതി. ശരി. അവരുടെ മക്കളൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്? ഇല്ല, ഒരുത്തനും ഓസ്ട്രേലിയയില്ല. ഓക്കെ. ആർമിയിലായിരുന്നു, അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തപ്പോ വീട്ടില് വേറെ ജോലിയായിട്ടാണ്. അങ്കിള് നാട്ടിൽ 24 വർഷം ജീവിച്ചു. ഇവിടെ
അപ്രോക്സിമേറ്റ്ലി അതിന്റെ ഡബിൾ ടൈം ജീവിച്ചു. ഇപ്പൊ 84 22 വർഷത്തിന് 42 വർഷത്തിന് മേളില്. സാറ് സത്യത്തില് അമേരിക്കയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അലർട്ട് വരുന്നു. ചിലപ്പോ ആയിരുന്നെങ്കിൽ സിവിൽ സപ്ലൈസ്, അത് ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ, അവിടെ എനിക്ക് ഞങ്ങളുടെ ഒരു അംഗം ഉണ്ടായിരുന്നു. FCIല് കോട്ടയത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരെണ്ണം കോട്ടയം ഈ റേഷൻ കടയിൽ എനിക്ക് സാധനം കൊടുക്കുന്ന ഒരെണ്ണം. FCI കോടോടാ. ശരി. പുള്ളി അവിടുത്തെ